നമസ്കാരം. പ്രതാപ് ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് പരിപ്പും നേന്ത്രക്കായും കൂടിയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് അരക്കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ചേർക്കാം. 3 പച്ചമുളക് രണ്ടായി കീറിയത്, ഒരൽപ്പം കറിവേപ്പില, ഒരൽപ്പം കല്ലുപ്പ്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച പരിപ്പ് പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് അതിലേക്ക് 250 ഗ്രാം നേന്ത്രക്കായ, അതിൻ്റെ 4 സൈഡിലുള്ള പരിപ്പൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് ഒരു അല്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തരാം കേട്ടോ. അപ്പോൾ നമ്മളിതിന് പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട്. നേന്ത്രക്കായ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ വേറെ വെള്ളം ഒഴിക്കേണ്ട. വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തരാം കേട്ടോ. ഇത് അടച്ച് വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിതായി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ ആ നേന്ത്രക്കായും പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കിതിനകത്ത് കടുക് താളിച്ചൊഴിക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 4 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരൽപ്പം കറിവേപ്പില, 1.5 ടീസ്പൂൺ മുളക് ചതച്ചത്. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മുളകൊക്കെ ഇതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രക്കായും പരിപ്പും ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ നോക്കണം കേട്ടോ. അപ്പോൾ ആ സ്വാദിഷ്ടമായ നേന്ത്രക്കായും പരിപ്പും കൂടിയിട്ടുള്ള മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, എന്താ രുചി! ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ.